നമസ്കാരം. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്താണ് ഈ അതിതീവ്ര ദുരന്തം? ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം? അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പ്രസിഡന്റിന് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാം. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിജ്ഞാപനത്തിനുള്ള വകുപ്പില്ല. എന്നാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് പഠിക്കുക ധനകാര്യ കമ്മീഷനുകളാണ്. 12ാം കമ്മീഷൻ മുതലുള്ള ദുരന്തങ്ങളെ അതിതീവ്ര ദുരന്തം അഥവാ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്നാണ് പറയുക. 16ാം കമ്മീഷൻ വരാനിരിക്കുന്നു. നാഷണൽ ഗൈഡ്ലൈൻസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലെ 4ാം അധ്യായം അനുസരിച്ച് ദുരന്തങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. L0 സാധാരണ, L1 ഒരു ജില്ലയ്ക്ക് കൈകാര്യം ചെയ്യാനാവുന്നവ, L2 ജില്ലയ്ക്ക് പുറത്തുനിന്ന് സംസ്ഥാന മെഷീനറികളുടെ സഹായം ആവശ്യമുള്ളവ, L3 കേന്ദ്ര സേനകളുടെയും മറ്റും സജീവ പിന്തുണ ആവശ്യമുള്ള അത്രയും വലിയവ. വയനാടിലെ ദുരന്തം ഈ L3 വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. ഇതിന് പ്രത്യേക നിബന്ധനകളില്ല. കേന്ദ്ര സേനകൾ എത്ര വേണമെന്ന് മറ്റും. ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കി എന്തെങ്കിലും അധിക സഹായം കേന്ദ്രം നൽകിയാലും ആ പണം കൃത്യമായ ചട്ടങ്ങളനുസരിച്ച് മാത്രമേ ചെലവാക്കാനാവൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണപ്പിരിവ് നടത്തുന്നത്. ഈ പണം എങ്ങനെ ചെലവാക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. വിജ്ഞാപനം വന്നാൽ മാത്രമേ ബാങ്കുകൾ ദുരന്തം കണക്കിലെടുത്ത് വായ്പാ മൊറട്ടോറിയം പോലെയുള്ള പ്രത്യേക ഇളവുകൾ അനുവദിക്കൂ. വിജ്ഞാപനം ചെയ്യപ്പെട്ട മേഖലകളിൽ മാത്രമാണ് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി ഇത്തരം സഹായങ്ങൾ അനുവദിക്കുക. ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ പ്രതീകാത്മകമായ ഇടപെടലാകാം ഉണ്ടാവുക. എങ്കിലും ദുരന്തത്തെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. കേന്ദ്ര സർക്കാർ ദുരന്തത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ള ബോധ്യം മറ്റ് ഏജൻസികളുടെ സഹായത്തിലും ഇടപെടലിലും ഗണ്യമായ മാറ്റം വരുത്തും. ധനകാര്യ കമ്മീഷനുകൾ രൂപം കൊടുത്തിട്ടുള്ള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രം 75%, ബാക്കി തുക സംസ്ഥാനവുമാവും ഇടുക. ആ പണം എല്ലാ വർഷവും ലഭിക്കുന്നുണ്ട്. ഉപയോഗിച്ചില്ലെങ്കിൽ ലാപ്സ് ആവുന്ന പണമല്ല ഇത്. കൈവശമുള്ള പണം തികയാതെ വന്നാൽ മാത്രമേ ദേശീയ ദുരന്ത പ്രതികരണ നിധി അഥവാ NDRF നിന്ന് അധികമായി എന്തെങ്കിലും കിട്ടൂ. ആവശ്യമുള്ളപ്പോൾ പണം എടുക്കാവുന്ന ബാങ്ക് പോലെയാണിത്. ഈ വർഷത്തെ ആദ്യ ഗഡു ഈയിടെയാണ് എത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ് ദേശീയ നിധിക്ക് കേന്ദ്രം നൽകിയത്. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള തുക അതിലുണ്ടാകും. യഥാർത്ഥ സാഹചര്യം നേരിടാൻ അതിന്റെ പല മടങ്ങ് പണം വേണ്ടിവരും. സംസ്ഥാനങ്ങൾ ധനകാര്യ കമ്മീഷനുകളോട് നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്നൊരു കാര്യം NDRFലെ ഫണ്ട് ദുരന്തങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലവാക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്ക് നൽകണം എന്നതാണ്.